എല്ലാവരും പേടിക്കുന്ന ഒന്നാണ് ക്യാൻസർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പാൻക്രിയാറ്റിക് ക്യാൻസർ. കാരണം ഇതിന്റെ ലക്ഷണങ്ങൾ പുറത്തു വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ ചൈനയിലെ ഈസ്റ്റേൺ പ്രവിശ്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിക്കാനാവില്ല. അലിബാബയുടെ പുതിയ AI സിസ്റ്റം പാൻഡ AI ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ക്യാൻസർ ട്യൂമറുകൾ കണ്ടെത്തുകയാണ് ഈ ഒരു AI. എന്താണ് ഈ പാൻഡ AI? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്ക് നോക്കാം. പാൻക്രിയാറ്റിക് ക്യാൻസറിനെ ഇത്ര ഭയപ്പെടാൻ കാരണം, ഇത്രയധികം മാരകമായി കണക്കാക്കാൻ കാരണം ഇതിന്റെ സർവൈവൽ റേറ്റ്, അതിജീവന നിരക്ക് വളരെ കുറവാണ് എന്നതാണ്. ഏകദേശം 10% മാത്രമാണ് ഈ ഒരു നിരക്ക്. രോഗം ഗുരുതരമായാൽ മാത്രമേ ലക്ഷണങ്ങൾ കാണിക്കൂ. അതുപോലെ തന്നെ ക്യാൻസർ സ്ഥിരീകരിക്കാൻ സാധാരണ ചെയ്യുന്ന കോൺട്രാസ്റ്റ് CT സ്കാനുകൾ വഴി നല്ല രീതിയിൽ റേഡിയേഷൻ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. റേഡിയേഷൻ കുറഞ്ഞ സാധാരണ സ്കാനുകളിൽ, അതായത് നോൺ കോൺട്രാസ്റ്റ് CT സ്കാനുകളിൽ ഡോക്ടർമാർക്ക് ഈ ട്യൂമറുകൾ തിരിച്ചറിയാൻ പ്രയാസവുമാണ്. ഇവിടെയാണ് നമ്മുടെ ഹീറോ AI കടന്നു വരുന്നത്. അലിബാബയുടെ ഡാമോ അക്കാഡമി വികസിപ്പിച്ചെടുത്തതാണ് പാൻഡ. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പാൻക്രിയാറ്റിക് ക്യാൻസർ ഡിറ്റക്ഷൻ വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ്. നിങ്ബോ യൂണിവേഴ്സിറ്റിയിലെ ഹോസ്പിറ്റലിൽ 2024 നവംബർ മുതൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. രസകരമായ ഒരു കാര്യം പറയാം. 57 വയസ്സുള്ള ഒരു മുൻ കല്ലുവെട്ട് തൊഴിലാളി ക്യു സിജുൻ തന്റെ ഡയബറ്റിക് ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിന് ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പാൻഡ AI അദ്ദേഹത്തിന്റെ സാധാരണ CT സ്കാൻ പരിശോധിച്ച് ട്യൂമർ കണ്ടെത്തി. കൃത്യസമയത്ത് കണ്ടെത്തിയതിനാൽ സർജറിയിലൂടെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞു. ആ മനുഷ്യന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് 100% ഈ AI സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ട് മാത്രമാണ് എന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് ഡോക്ടർമാരുടെ കണ്ണിൽ പെടാത്ത ഈ ഒരു കാര്യം ഈ സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കുന്നത്? ഇതിനായി അവർ AIക്ക് 10,000 കണക്കിന് ഡേറ്റ നൽകി ട്രെയിൻ ചെയ്യിപ്പിച്ചു. സാധാരണ CT സ്കാനിലെ ബ്ലറി ഇമേജസ്, അതായത് മങ്ങിയ ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായ വ്യതിയാനങ്ങൾ തിരിച്ചറിയാൻ ഈ സിസ്റ്റത്തിന് കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. പാൻക്രിയാസിന്റെ ചിത്രങ്ങളിൽ ട്യൂമറുകൾ സാധാരണ ടിഷ്യൂസുമായി ചേർന്ന് കിടക്കുന്നത് കണ്ടുപിടിക്കാൻ മനുഷ്യനേക്കാൾ 34.1% കൂടുതൽ കൃത്യത ഈ ഒരു AIക്ക് ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 2026 റിപ്പോർട്ടുകൾ പ്രകാരം 1,80,000-ഓളം സ്കാനുകൾ പരിശോധിച്ചതിൽ നിന്ന് ഏകദേശം 24 ക്യാൻസർ കേസുകളാണ് ഈ AI കണ്ടെത്തിയത്. ഇതിൽ പകുതിയിലധികവും വളരെ നേരത്തെയുള്ള സ്റ്റേജിലായിരുന്നു. അമേരിക്കയിലെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ FDA ഇതിന് ബ്രേക്ക് ത്രൂ ഡിവൈസ് എന്ന പദവി നൽകി കഴിഞ്ഞു. അതായത് ലോകമെമ്പാടുമുള്ള ഹോസ്പിറ്റലുകളിൽ ഉടൻ തന്നെ ഈ ടെക്നോളജി എത്താൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യ മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു CT സ്കാനിൽ ഒളിഞ്ഞിരുന്ന മരണം പാൻഡ എന്ന ഈ ഒരു ചെറിയ സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കുന്നു. വരും വർഷങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലെ ഹോസ്പിറ്റലുകളിലും ഇത്തരം മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.